98% ഫോർച്യൂൺ 500 കമ്പനീസും ഏതാണ്ട് 75% റിക്രൂട്ടേഴ്സും ആഗോളതലത്തിൽ ഹയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ATS. എന്നാൽ മിക്ക ജോബ് സീക്കേഴ്സിനും ATS എന്ന പേര് കേൾക്കുന്നത് പോലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ ATS? എങ്ങനെ 2025 ഒരു ATS ഫ്രണ്ട്ലി ആയ പ്രൊഫഷണൽ റെസ്യൂമെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഈ ATS? ATS ഹയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മുടെ റെസ്യൂമെ സ്കാൻ ചെയ്യുകയും സോർട്ട് ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു. കുറച്ചധികം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ സോർട്ടിങ്ങും ഫിൽറ്ററിങ്ങും ഒക്കെ നടക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമാറ്റിങ്ങും കീവേഡ്സും. ഈ രണ്ട് കാര്യങ്ങളിലാണ് ശരിക്കും ഒരു റെസ്യൂമയെ മെയിനായിട്ടും ATS ഫ്രണ്ട്ലി ആക്കുന്നത്. എന്നാൽ 2025 നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ ശരിക്കും ATS എന്ന സോഫ്റ്റ്വെയറിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഒന്ന്, ഈ AI-യുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും സഹായത്തോടുകൂടി കുറച്ചും കൂടെ കൃത്യമായ ഒരു കാൻഡിഡേറ്റ് സെലക്ഷൻ ATSന് നടത്താൻ പറ്റും എന്നാണ് പ്രഡിക്ഷൻസ് പറയുന്നത്. മുൻകാലങ്ങളിൽ അത് കീവേഡ്സിനെയും ഫോർമാറ്റിങ്ങിനെയും മാത്രം ആശ്രയിച്ചാണെങ്കിൽ കുറച്ചുകൂടെ ഇന്നൊവേറ്റീവായ, കുറച്ചും കൂടെ ഡേറ്റ ഡ്രിവൺ ആയ ഒരു കാൻഡിഡേറ്റ് സെലക്ഷൻ ATSന് പോസിബിൾ ആകുന്നു. ATSന് ശരിക്കും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ ഫോർമാറ്റിങ്ങും കീവേഡ്സും നമ്മുടെ സെക്ഷൻസും കൃത്യമായ രീതിയിൽ എഴുതുകയാണെങ്കിൽ ATS സോഫ്റ്റ്വെയറിനെ സർപ്പാസ് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല റെസ്യൂമെ തയ്യാറാക്കാൻ സാധിക്കും. ഒരു റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ടിപ്പ് നമ്പർ 1, മേക്ക് ദ ഫോർമാറ്റിംഗ് കറക്റ്റ്. ശരിയായ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ റെസ്യൂമയെ ATS ഫ്രണ്ട്ലി ആക്കാം. എന്താണ് ഈ ശരിയായ ഫോർമാറ്റിംഗ്? വളരെ സിമ്പിൾ, ക്ലിയറുമായിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് വേണം നമ്മുടെ റെസ്യൂമെയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പലപ്പോഴും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ATS ഫ്രണ്ട്ലി എന്ന പേരുള്ള ടെംപ്ലേറ്റ്സ് പലപ്പോഴും ഈ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. ശരിക്കും ഒരുപാട് ഗ്രാഫിക്സ്, കോളംസ്, ചാർട്ട്സ് എന്നിവ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി അല്ലാതാവുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഒരു ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ്, ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു റിക്രൂട്ടറിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പം അത് വായിക്കാൻ ഏറ്റവും നല്ല റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫോൺസാണ് അപ്രോപ്രിയേറ്റ്. അതായത് സാധാരണഗതിയിൽ യൂസ് ചെയ്ത് വരുന്ന ഏരിയൽ, കാലിബ്രി, ക്യാംബ്രിയ, ടൈംസ് ന്യൂ റോമൻ എന്നീ ഫോൺസ് ഏതാണ്ട് 10 to 12 ഫോൺ സൈസിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെ ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൃത്യമായിട്ട് അതിൽ എഴുതുകയും ഇത് DocX-ലോ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലോ സേവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആവും. അതിൻ്റെ ഫോർമാറ്റിംഗ് കൃത്യമായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് 50% നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആക്കി കഴിഞ്ഞു. ഇനി ടിപ്പ് നമ്പർ 2, മേക്ക് യുവർ സെക്ഷൻസ് കറക്റ്റ്. കൃത്യമായ സ്റ്റാൻഡേർഡ് സെക്ഷൻസ് നമ്മുടെ റെസ്യൂമെയിൽ ഉണ്ടായിരിക്കണം. ഒപ്പം ഈ സെക്ഷൻസ് നമ്മൾ എങ്ങനെ നെയിം ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് റെസ്യൂമെ സെക്ഷൻ? ഫസ്റ്റ് വൺ, കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ. സെക്കൻഡ് വൺ, പ്രൊഫഷണൽ സമ്മറി ഓർ കരിയർ സമ്മറി. തേർഡ് വൺ, എക്സ്പീരിയൻസ് സെക്ഷൻ. ഫോർത്ത് വൺ, എഡ്യൂക്കേഷൻ സെക്ഷൻ. ഫിഫ്ത്ത് വൺ, സ്കിൽ സെക്ഷൻ. ഇത്രയും സെക്ഷൻസ് മസ്റ്റായിട്ട് നമ്മുടെ റെസ്യൂമെയിൽ ഉണ്ടായിരിക്കണം. ഒപ്പം ഈ സെക്ഷൻസിന് ഒരുപാട് ഡിഫറെൻറ്റ് നെയിംസ് ആൾക്കാർ കൊടുക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിന് കൃത്യമായ പേരുകൾ ഓൾറെഡി ഉണ്ട്. കരിയർ സമ്മറി എന്നോ പ്രൊഫഷണൽ സമ്മറി എന്നോ എഴുതാം. കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും ആണ് അവിടെ എഴുതുന്നത്. മറ്റ് സെക്ഷൻസ് എല്ലാം ഈ ഓൾറെഡി പറഞ്ഞ സെക്ഷൻ നെയിംസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ലേബൽ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് ടിപ്പ് നമ്പർ 3, യൂസ് ദ റൈറ്റ് കീവേഡ്സ്. എന്താണ് ഈ റൈറ്റ് കീവേഡ്സ്? ഇവ എങ്ങനെ നമ്മുടെ റെസ്യൂമിൽ ഉൾച്ചേർക്കാം? ശരിക്കും ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഏതാണ്ട് 43ഓളം കീവേഡ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കാൻഡിഡേറ്റ്സ് പലപ്പോഴും ഇതിൻ്റെ പകുതി 55% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പലപ്പോഴും റൈറ്റ് കീവേഡ്സ് കണ്ടെത്തുന്നതിലും അത് നമ്മുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്തുന്നതിലും കാൻഡിഡേറ്റ്സ് പരാജയപ്പെടുന്നു എന്നാണ്. എങ്ങനെ ഒരു കീവേഡ് റൈറ്റ് കീവേഡ് ആണോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് റിക്രൂട്ടേഴ്സ് ചേർത്തിരിക്കുന്ന അതേ ടെർമിനോളജി, അതേ ഫ്രേസും മിറർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പ്രോജക്റ്റ് മാനേജർ വിത്ത് 10+ years ഓഫ് എക്സ്പീരിയൻസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെയിൽ എവിടെയെങ്കിലും ആ ടെർമിനോളജി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവണം.
ഇത് എത്ര സ്ട്രാറ്റജിക്കലി, എത്ര വിദഗ്ധമായി നമ്മുടെ റെസ്യൂമെയിൽ പല ഭാഗങ്ങളിലായി നമ്മൾ എഴുതി ചേർക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. ടിപ്പ് നമ്പർ 4, കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. പലപ്പോഴും കാൻഡിഡേറ്റ്സ് ഹെഡറിലും ഫൂട്ടറിലും ഒക്കെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നത് വഴി ATS സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് റീഡബിലിറ്റിയും ബാധിക്കാറുണ്ട്. സോ മേക്ക് ഷുവർ യു ആർ ഇൻക്ലൂഡിങ് യുവർ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ റൈറ്റ് ആഫ്റ്റർ ദി ഹെഡർ. അതുമാത്രമല്ല, കോണ്ടാക്റ്റ് ഇൻഫർമേഷനിൽ എന്തൊക്കെ വിവരങ്ങളാണ് സാധാരണഗതിയിൽ ഒരു പ്രൊഫഷണൽ റെസ്യൂമെ എഴുതുമ്പോൾ ഉൾച്ചേർക്കേണ്ടത്? യുവർ ഫുൾ നെയിം, യുവർ സിറ്റി ആൻഡ് യുവർ കൺട്രി, യുവർ പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ് ആൻഡ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾച്ചേർത്തിട്ട് വേണം നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ഫ്രെയിം ചെയ്യാനായിട്ട്. ടിപ്പ് നമ്പർ 5, ഇൻക്ലൂഡ് നമ്പേഴ്സ് ആൻഡ് മെട്രിസസ് ഇൻ യുവർ റെസ്യൂമെ. നമ്മൾ ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്ത ഡ്യൂട്ടീസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കൃത്യമായി നമ്പേഴ്സും മെട്രിസസും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വിശദമായി എഴുതുന്നു എന്നതിനെ ആശ്രയിച്ചുകൂടിയാണ് നമ്മുടെ റെസ്യൂമെ സെലക്ട് ആവുന്നത്. ഇവിടെ എങ്ങനെ വൃത്തിയായിട്ട് ഈ അച്ചീവ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും? സോ എപ്പോഴും നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഒരു ഔട്ട്കം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കസ്റ്റമറിന് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ പ്രോസസ്സിന് വന്നിട്ടുണ്ടാവാം. ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് ടൈം, ഇൻ ടേംസ് ഇത്ര സമയത്തിനുള്ളിൽ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ ടൈം കുറച്ചുകൊണ്ട് നമ്മൾ ആ ഡ്യൂട്ടി പെർഫോം ചെയ്തെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു മെൻഷൻ ഇറ്റ് ആസ് ആൻ അച്ചീവ്മെൻറ്റ്. ഇനി നമ്മൾ കോസ്റ്റ് സേവ്ഡ്, കുറച്ചധികം കോസ്റ്റ് സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ടൈം, മണി, ഇതെല്ലാം ഒരു ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്പേഴ്സും മെട്രിസസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ വിശദമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് സെക്ഷൻ്റെ അടിയിൽ എഴുതാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശദമായ കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്ത് ഞാൻ ഒരുപാട് ലിങ്ക്ഡിൻ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സന്ദർശിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്കും കൂടെ ഈ വീഡിയോയുടെ അവസാനം ചേർത്തേക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഒരു റെസ്യൂമെ ATS ഫ്രണ്ട്ലിയായി തയ്യാറാക്കി എന്നിരിക്കുക. ഇത് എത്രത്തോളം ATS ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുമോ? സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. സാധിക്കും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ഒരുപാട് ഫ്രീ ATS റെസ്യൂമെ ചെക്കിംഗ് ടൂൾസ് ഉണ്ട്. ATS സ്കോർ നമുക്ക് അതിലേക്ക് നമ്മുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു 60%, 70%, നിയർലി ടു 80% ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ, ബിക്കോസ് ഓരോ കമ്പനിയുടെയും ATS സോഫ്റ്റ്വെയർ ഡിഫറെൻ്റ് ആണ്. എബവ് ഒരു 60 to 70% ഈസ് വെരി വെരി ഗുഡ്. സോ ആ റെസ്യൂമെ സ്കോർ വെച്ച് തന്നെ നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ആ റെസ്യൂമെ നമുക്ക് ജോബ് ആപ്ലിക്കേഷന് അയക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിശദമായ കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് നിങ്ങൾ റെസ്യൂമെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എൻ്റെ ലിങ്ക്ഡിൻ പേജ് സന്ദർശിക്കുക. നിങ്ങൾക്ക് റെസ്യൂമെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.